നിങ്ങൾ ചോദിച്ചല്ലോ ഈ കമ്പനി എന്തിനാണ് ടെൻഡർ വിളിക്കുന്നത്. അച്യുതമേനോൻ ഗവൺമെൻറ് കാലത്ത് ആണ് ആദ്യമായി വിദേശ മദ്യനിർമ്മാണ കമ്പനികളെ കേരളത്തിൽ സ്ഥാപിക്കാനുള്ള പരിപാടി ആരംഭിച്ചത്. അന്ന് ടെൻഡർ വിളിച്ചു, ധാരാളം അപേക്ഷ വന്നു, 5 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. 5 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോഴും പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെയാണ് 999 ഓർഡർ വരുന്നത്. നിങ്ങൾ പഴയ പത്രപ്രവർത്തകരോട് ചോദിച്ചാൽ മതി. 999 ഓർഡറിൽ പറയുന്നത് ഇനിമേൽ കേരളത്തിൽ മദ്യനിർമ്മാണ യൂണിറ്റുകൾ വേണ്ട എന്ന തീരുമാനം അങ്ങെടുത്തു. പിന്നീട് വന്ന ഒരു ഗവൺമെൻറ്റും കേരളത്തിൽ മദ്യനിർമ്മാണശാലകൾ ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. അല്ല, അതെ, അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ പറയട്ടെ, അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ഇങ്ങനെ ഒരു നടപടി ആരംഭിക്കുമ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? ചെയ്യുന്നത് നമ്മൾ പോളിസിയാണ് നിങ്ങൾ വായിച്ചത്, അതല്ലല്ലോ. നിങ്ങൾക്കൊരു പ്രൊസീജിയറില്ലേ, ഒരു പ്രൊസീജിയറില്ലേ? ഗവൺമെന്റ് എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് ഈ കാര്യത്തിൽ വെച്ചിരിക്കുന്നത്? ഒരു മാനദണ്ഡവും ഇല്ലാതെ ആർക്കും വന്ന് മദ്യനിർമ്മാണം ഉൽപ്പാദിപ്പിക്കാൻ കൊടുക്കില്ല. ബാർ അങ്ങനെ കൊടുക്കുമോ? നേരത്തെ ചോദിച്ചല്ലോ, ബാർ അങ്ങനെ കൊടുക്കുമോ? കൊടുക്കില്ല. there are conditions. ITDCയുടെ ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റ് പിന്നെ കേരളത്തിന്റെ എക്സൈസ് ടീമിന്റെ കണ്ടീഷൻ എല്ലാം കൂടി നോക്കിയിട്ടാണ് ക്ലാസിഫിക്കേഷൻ വരും, അവരെ വരും എല്ലാം ചെയ്യുന്നത്. ഒരു പ്രൊസീജിയറും ഇല്ലാതെ, ഒരു നടപടിക്രമവും ഇല്ലാതെ, ആരെയും അറിയിക്കാതെ, വേറൊരു കമ്പനിക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ പോലുമില്ല അവസരം പോലും ഇല്ലാതെ ഇവരുമായിട്ട് മാത്രം എന്താ ചർച്ച നടത്തി? ഇവര് കേരളത്തിലുള്ള ഡിസ്റ്റിലറികളൊന്നും അറിഞ്ഞില്ല. മധ്യപ്രദേശിലും പഞ്ചാബിലുള്ള കമ്പനി അറിഞ്ഞു. അതെന്താ രഹസ്യം? അതെന്താ? അവരെങ്ങനെ അറിഞ്ഞത്? കേരളത്തിലെ മദ്യനയം മാറ്റി ഞങ്ങൾ അപേക്ഷ കൊടുത്താൽ ഇപ്പം തന്നെ നമുക്കിത് കിട്ടും എന്ന് മധ്യപ്രദേശിലെയും പഞ്ചാബിലെയും കമ്പനി എങ്ങനെ അറിഞ്ഞു? കേരളത്തിലെ ഒരു ഡിസ്റ്റിലറിക്കാർ പോലും അറിഞ്ഞിട്ടില്ല. അത്രയും മതി, അത്രയും മതി. അത് വരട്ടെ, ഇതിപ്പോ എല്ലാം കൂടെ ഒരുമിച്ച് പറയണോ? വരട്ടെ, പറയാം. അത് ശൈല ടീച്ചറെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന്. അവരിൽ രണ്ടുപേരും ഉണ്ട്. അപ്പൊ നമുക്ക് ശൈല ടീച്ചറെ അങ്ങനെ വിശ്വാസം എടുക്കാതിരിക്കാൻ പറ്റും. ഒരു കാര്യം പറയുമ്പോൾ രണ്ടുപേരും ഉണ്ട്. മുഖ്യമന്ത്രിക്കും പങ്കുണ്ട്, ശൈല ടീച്ചർക്കും പങ്കുണ്ട്. വളരെ ക്ലിയർ ആയിട്ടുള്ള അഴിമതിയല്ലേ? ഒരു ലെറ്റർ കയ്യിലിരിക്കുകയാണ്, ഞങ്ങൾ റെഡിയാണ് 25,000 PP കിറ്റ് തരാമെന്ന്. അത് മേടിക്കാതെ 550 രൂപയ്ക്കും മേടിക്കാതെ 3 ഇരട്ടി പൈസയ്ക്ക് പിറ്റേ ദിവസം പോയി മേടിക്കുക. ഇത് ഇവിടെ തന്നെ ലോക്കലി അവൈലബിൾ ആയിരുന്നു. ഈ വിലക്ക് അവൈലബിൾ ആയിരുന്നു. എത്ര കമ്പനി കൊടുത്തു? 450, 500. CAGയുടെ ഫൈൻഡിങ് ഇതിലെ രാസമാറ്റം, എക്സ്പയറി കഴിഞ്ഞാൽ മരുന്ന് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് രാസമാറ്റം ഉണ്ടായി ജീവനാശം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള എക്സ്പേർട്ട് ഒപ്പീനിയനാണ് അവരിവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഓലക്കുറ്റത്തിന് സമാനമായ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ പാവങ്ങൾക്കൊക്കെ ഈ മരുന്നല്ലേ കിട്ടിയത്? പിന്നെ ഗുണനിലവാര പരിശോധന നടത്താതെ 14 കമ്പനിക്ക് ഒരു അവൻ എന്ത് ചാത്തം മരുന്ന് കൊടുത്താലും ഇവിടെ വിറ്റിട്ടുണ്ട്, സാധനം പോയിട്ടുണ്ട്. ഈ 80,000 ബാച്ച് ഉള്ളതിൽ 8,000 ബാച്ച് 10% പോലും ബാച്ച് ക്വാളിറ്റി ടെസ്റ്റ് നടത്തിയിട്ടില്ല. എന്ത് ഗുരുതരമായ ആരോപണമാണ്! എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ആളുകൾക്ക് കൊടുത്ത് പണം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ലേ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് 20% കിട്ടും, 80% കമ്മീഷൻ. എനിക്കറിയില്ല. ശരി, ഓക്കെ, വേറെ ഒരു വിഷയമില്ല.